കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരം വരും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മല്ലികാർജുൻ ഖാർഗെ പാർട്ടി സ്ഥാനം ഒഴിയാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരിക്കൽ കൂടി രാജ്യസഭയിലേക്ക് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടി നിർദ്ദേശം നൽകിയാൽ അതിന് തനിക്ക് മടിയില്ല. എന്നാൽ അധ്യക്ഷ സ്ഥാനം എന്നത് വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു കാര്യമാണ്. കേവലം ഒരു രാജ്യസഭ അംഗമായിരിക്കുക എന്നതുപോലെയല്ലത്. ഏറെ ചുമതലകളുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മുന്നണിയെ സജ്ജീകരിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ചടുലമായി തന്നെ ആയിരിക്കണം. പഴയതുപോലെ എല്ലായിടത്തും നടന്നെത്താനും എല്ലാ തലങ്ങളിലും എല്ലാ നേതാക്കളുമായി ചർച്ച നടത്താനുമുള്ള ആരോഗ്യം നിലനിർത്തുക എന്നതും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് സച്ചിൻ പൈലറ്റിൻ്റെ പേരാണ് ഏറ്റവും കൂടുതലായി പരിഗണിക്കപ്പെടുന്നത്. ഏറ്റവും ചടുലമായി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി, AICCയിലെ ഏറ്റവും ചുറുചുറുക്കുള്ള നേതാവ്, ഇത്തരത്തിലൊക്കെ പൈലറ്റിൻ്റെ പേര് ഒരു വലിയ മാസ്മരിക ശക്തിയായി ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2018 രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയതിൽ മുഖ്യ ആസൂത്രകൻ സച്ചിൻ പൈലറ്റ് തന്നെയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവി ലഭിച്ചില്ല. ആർത്തിയുടെ പര്യായമായ അശോക് ഗെഹ്ലോട്ട് വീണ്ടും മുഖ്യമന്ത്രി കസേര തട്ടിയെടുക്കുകയായിരുന്നു എന്നത് വ്യക്തം. അദ്ദേഹത്തിൻ്റെ ആർത്തി അമിതമായത് കാരണം തന്നെയാണ് ഇത്തവണ രാജസ്ഥാനിൽ തുടർഭരണം നഷ്ടമായത് എന്നത് വ്യക്തം. സച്ചിൻ പൈലറ്റും ഗെഹ്ലോട്ടും തമ്മിലുള്ള പടലപ്പിണക്കം അതിരൂക്ഷമായതാണ് ജനങ്ങൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടായത് എന്നത് വ്യക്തം. രാജസ്ഥാനിൽ കോൺഗ്രസിന് ആധിപത്യം ഉണ്ടായിരുന്നു എന്നതും അത് പൊളിച്ചടുക്കിയത് കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളതും വളരെ വ്യക്തമായി തന്നെ തെരഞ്ഞെടുപ്പുകളുടെ ഫലസൂചന കണ്ടാൽ അറിയാൻ കഴിയും. വോട്ട് ഷെയറിൽ കോൺഗ്രസ് BJPയുടെ ഒട്ടും പുറകിലല്ല. അതേസമയം സീറ്റുകളുടെ എണ്ണത്തിൽ കോൺഗ്രസിന് BJPയേക്കാൾ 30-ലധികം സീറ്റുകൾ കുറവുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന കണക്കുകൾ പ്രകാരമുള്ള കാര്യമാണ് ഇത്. എന്നാൽ സച്ചിൻ പൈലറ്റ് AICC അധ്യക്ഷനായി തിരികെ വന്നാൽ രാജ്യത്തെ കോൺഗ്രസിന് ശക്തമായി തിരികെ വരാം. യുവാക്കളെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ പൈലറ്റിനെ കഴിയുകയുള്ളൂ എന്നത് വ്യക്തമാണ്. പൈലറ്റിന് രാജ്യത്തിൻ്റെ സ്പന്ദനം എന്താണെന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലും ഏത് ദുർബല നിമിഷത്തിലും പൈലറ്റിന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനത വർദ്ധിപ്പിക്കാൻ കഴിവുണ്ട്. അത് NDAക്ക് വലിയ വെല്ലുവിളി തന്നെയാകും. ഇപ്പോഴത്തെ BJPയുടെ ഈ പോക്ക് ഈ രീതിയിലാണെങ്കിൽ വളരെ വൈകാതെ തന്നെ അവരുടെ പാർട്ടി സംവിധാനത്തിൽ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകും. പല സംസ്ഥാനങ്ങളിലും പൊട്ടലും ചീറ്റലും അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് AICC നിർണായകമായൊരു തീരുമാനമെടുക്കാൻ ഉതകുന്നത്.